ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 6 സോഷ്യൽ സയൻസിൽ 4th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പല വീഡിയോസും പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് മാപ്പ് പ്രൊജക്ഷൻസ് ആണ്. വിൽ ദ ഗ്ലോബ് അലോൺ ബി ഇനഫ് ഫോർ എ ക്ലോസ് സ്റ്റഡി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എർത്ത് സർഫസ്? നമ്മൾക്ക് ഗ്ലോബ് മാത്രം മതിയോ എർത്ത് സർഫസിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് ഹെൽപ്ഡ് us ടു ഡിറ്റർമിൻ ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ഓൺ എർത്ത്. അപ്പോൾ ഇന്ത്യയിലത്തെ ഇപ്പോൾ എർത്തിൽ ഇന്ത്യയുടെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി ആയിക്കോട്ടെ, ലൊക്കേഷൻസ് പറയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഏത് ലൈൻസ്? ലാറ്റിറ്റ്യൂഡ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും കേട്ടോ. ദിസ് നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് പ്രൊവൈഡ്സ് ഫ്രെയിംവർക്ക്സ് ഫോർ മാപ്പ് മേക്കിംഗ്, കാർട്ടോഗ്രഫി. അപ്പോൾ മാപ്പ് മേക്കിങ്ങിൻ്റെ പ്രോസസ്സിനെ പറയുന്നതാണ് കാർട്ടോഗ്രഫി എന്ന്. അപ്പോൾ ഇത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. യു മേ ബി അവെയർ ദാറ്റ് എ മാപ്പ് ഈസ് എ ഡെപിക്ഷൻ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് സർഫസ് ഓൺ എ ഫ്ലാറ്റ് സർഫസ് though the surface of the earth is curved. The map has to be made on a flat surface. Drawing the features of spherical surface on a flat surface is a major challenge in cartography. How can we make a map by flattening a globe? അപ്പോൾ നമ്മൾ ഗ്ലോബ് ഒരു സ്ഫിയർ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ മാപ്പ് അങ്ങനെയാണോ കാണുമ്പോൾ? അല്ല, നമ്മൾ മാപ്പ് എങ്ങനെ ഫ്ലാറ്റനായിട്ട് ഒരു ഷീറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്നാണ് പറയുന്നത്. You can see the polar regions and some continents got cut when the globe was made flat. If we make a map by flattening the globe like this, we would get a distorted map. Cover the globe using a tracing paper and try to draw the continents. അപ്പോൾ ഗ്ലോബിൽ കാണുന്ന കോണ്ടിനെൻറ്റ്സ് നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞത്. Won't we get a distorted map full of wrinkles and folds? How can we make a map without such flaws? By copying the features of globe surface which is spherical onto a flat surface. അപ്പോൾ നമ്മൾ ഈ ഗ്ലോബിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒരു മാപ്പിലേക്ക് ഉണ്ടാക്കും, അങ്ങനെ ഒരു മാപ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഫോർ ദിസ് ദ മെത്തേഡ് കോൾഡ് മാപ്പ് പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാപ്പ് പ്രൊജക്ഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് the network of the lines of latitude and longitude is scientifically transferred to any flat surface. അപ്പോൾ ഒരു ഫ്ലാറ്റ് സർഫസിലേക്ക് നമ്മുടെ ഗ്ലോബിൽ കാണുന്ന അല്ലെങ്കിൽ അതിലുള്ള ലാറ്റിറ്റ്യൂഡ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ ഈസ് ഡ്രോയിങ് ദ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് and other geographical features on the flat surface by placing a light source inside a transparent globe. Shall we use how it is done? Keep a glass jar upside down. ഒരു ഗ്ലാസ് ജാറ് അടിയിൽ വെക്കുക. ഡ്രോ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഓൺ ദ സർഫസ് ഓഫ് ദി ജാർ യൂസിങ് എ മാർക്കർ. അപ്പോൾ നിങ്ങൾ ആ ഫിഗറിൽ കാണുന്ന പോലെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലേസ് എ ഡെവലപ്പബിൾ സർഫസ് ഓൺ ദിസ് ഗ്ലാസ് ജാർ. നൗ പ്ലേസ് എ ലൈറ്റ് സോഴ്സ് ഇൻസൈഡ് ദ ജാർ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് സോഴ്സ് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വാട്ട് ഡു യു സീ? യു ക്യാൻ സീ ദ ഷാഡോ ഓഫ് ദ ലൈൻസ് ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഡ്രോൺ ഓൺ ദ ജാർ ഈസ് കാസ്റ്റ് ഓൺ ദ ഫ്ലാറ്റ് സർഫസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിൻ്റെ ഷാഡോ, നിഴൽ കാണാൻ പറ്റും. ലാറ്റിറ്റ്യൂഡിനലിൻ്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസിൻ്റെയും നിഴൽ കാണാൻ പറ്റും. അത് നമുക്ക് ഫ്ലാറ്റ് സർഫസിലേക്ക് പകർത്തിയെടുക്കാൻ പറ്റും. ആഫ്റ്റർ മാർക്കിംഗ് ദ ഡിഗ്രി വാല്യൂസ് ഓഫ് ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് യു ക്യാൻ മേക്ക് ദ മാപ്പ് ബൈ ഡ്രോയിങ് കോണ്ടിനെൻറ്റ്സ് ഓർ കൺട്രീസ് ബേസ്ഡ് ഓൺ ദം. ഇൻ ദിസ് വേ ദ മാപ്പ് ഓഫ് എനി റീജിയൻ ഓൺ എർത്ത് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ കോപ്പിയിങ് ദ നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എർത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ യൂസിങ് സർഫസ് ഓഫ് വേരിയസ് ഷേപ്പ്. ബൈ ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദി സർഫസ് ആൻഡ് സോഴ്സ് ഓഫ് ലൈറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ ക്യാൻ ബി പ്രിപ്പയർഡ്. ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ഡെവലപ്പബിൾ സർഫസ്, മാപ്പ് പ്രൊജക്ഷൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ, ഏതിൻ്റെ ബേസിസിൽ?
ഷേപ്പിൻ്റെ ബേസിസിൽ മാപ്പ് പ്രൊജക്ഷന് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം. ഫിഗർ 4.13 ഒബ്സർവ് ചെയ്യുക. അതായത് ഈ ഫിഗർ നിങ്ങളോട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ട്രാൻസ്പാരൻറ്റ് ഗ്ലോബ്. അപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലോബിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എ സിലിണ്ടർ ഷേപ്ഡ് സർഫസ് ഈസ് പ്ലേസ്ഡ് കവറിങ് ദ ഗ്ലോബ്. ആ ഗ്ലോബിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പുള്ള ഒരു സർഫസ് അവിടെ വെച്ച് കൊടുക്കുക. കൂടുതൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചിത്രം നോക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു സിലിണ്ട്രിക്കൽ സർഫസ് കവറിങ് ദ ഗ്ലോബ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോൾ അതിലേക്ക്, അതായത് നമ്മുടെ സിലിണ്ട്രിക്കൽ സർഫസിൽ എന്ത് വരും? ലാറ്റിറ്റ്യൂഡ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും വരും. അതൊരു ഫ്ലാറ്റ് സർഫസിലേക്ക് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് കോൾഡ് എ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. അതിനെയാണ് നമ്മൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദിസ് മാപ്പ് പ്രൊജക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ എക്സാക്റ്റ് മാപ്പിംഗ് ഓഫ് ഇക്വിറ്റോറിയൽ റീജിയൻ. ഇത് കൂടുതലായിട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? ഇക്വിറ്റോറിയൽ റീജിയൻ്റെ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദ മാപ്പ് വി ഗെറ്റ് വെൻ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആർ പ്രൊജക്റ്റഡ് ഓൺ എ സിലിണ്ട്രിക്കൽ സർഫസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് സെനിറ്റൽ പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഫിഗർ നോക്കാൻ 14.14 നന്നായി അനലൈസ് ചെയ്യുക. Find out which region network of latitude and longitudinal lines are transferred using zenithal projection. അപ്പോൾ a source of light is kept at a center of the transparent globe and flat surface is kept on the top. അപ്പോൾ ഒരു ഗ്ലോബിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുക? ഒരു ലൈറ്റ് കൊടുക്കണം. അതിൻ്റെ മേലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്ലാറ്റ് സർഫസ് വെക്കുന്നുണ്ട്. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ദ നെറ്റ്വർക്ക് ഓഫ് ദ ലൈൻസ് ഓഫ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു ദ ഫ്ലാറ്റ് സർഫസ് വെൻ ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് ലിറ്റ്. അപ്പോൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഈ ലാറ്റിറ്റ്യൂഡിൻ്റെ ലൈനും ലോഞ്ചിറ്റ്യൂഡിൻ്റെ ലൈനും ആ ഫ്ലാറ്റ് സർഫസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു മേലേക്ക് കൊടുത്തിട്ട് നമുക്ക് ആ ലൈന് പ്രൊജക്റ്റ് ചെയ്തെടുക്കാം. ഇൻ ദിസ് വേ ദ നെറ്റ്വർക്ക് ഓഫ് ദ ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് പ്രിപ്പയർഡ് യൂസിങ് സെനിറ്റിയൽ പ്രൊജക്ഷൻ. അടുത്ത കോണിക്കൽ പ്രൊജക്ഷൻ ആണ്. അവിടെ ഫിഗർ നന്നായിട്ട് അനലൈസ് ചെയ്യുക കേട്ടോ. ദ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ ബൈ വിച്ച് നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ആർ ട്രാൻസ്ഫേർഡ് ടു എ കോണിക്കൽ സർഫസ് ഈസ് കോൾഡ് കോണിക്കൽ പ്രൊജക്ഷൻ. അപ്പോൾ ഒരു ഗ്ലോബ് വെച്ചിട്ടുണ്ട്, ഉള്ളിലൊരു ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്, പുറത്തൊരു കോണിക്കൽ സർഫസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റിൽ നിന്ന് അടിക്കുന്ന നമ്മുടെ കോണിക്കൽ സർഫസിലേക്ക് എന്ത് തെളിയും? ഈ ലാറ്റിറ്റ്യൂഡ് ലൈൻസും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് തെളിയും. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് ഫ്ലാറ്റിൻ്റെ ആയിട്ട് എടുക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ദ ഷാഡോ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് ഈസ് പ്രൊജക്റ്റഡ് ടു എ conical surface to make the map. This map projection is used to make the map of mid latitude region എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ഇൻക്ലൂഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മാപ്പ്. നമ്മൾ സിലിണ്ട്രിക്കൽ മാപ്പ് പ്രൊജക്ഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയാണ് പറഞ്ഞത്? വേറെ 2 എണ്ണമാണ് പറഞ്ഞത്. അപ്പോൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് ഇവിടെ തന്നെ നോക്കിയിട്ട് പറയാം അല്ലേ. This map projection can be used for exact mapping of equatorial regions ആണ് നമ്മുടെ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷന് വരുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാം? ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സിലിണ്ട്രിക്കൽ സർഫസ് കവറിങ് ദ ഗ്ലോബ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനിൽ പറയാം. പിന്നെ നമ്മളോട് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പോളാർ റീജിയനിൽ ഏതാണ് യൂസ് ചെയ്യുക? അതേപോലെ തന്നെ വേറെ നമുക്ക് എക്സ്ട്രാ പഠിച്ചിട്ടുള്ളത് ഏതാണ്? നമ്മുടെ സെനിറ്റിയൽ പ്രൊജക്ഷൻ ആണ്. അപ്പോൾ സെനിറ്റിയൽ പ്രൊജക്ഷൻ്റെ പ്രത്യേകതകൾ എന്താണ്?
അപ്പം നമുക്ക് അതായത് പോളാർ റീജിയൻ്റെ ഹെഡിങ് ആയിട്ട് നമുക്ക് സെനിത്തിയൽ പ്രൊജക്ഷൻ എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ, ദ മാപ്പ് ഒബ്റ്റെയിൻഡ് വെൻ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ പോളാർ റീജിയൻ ആർ പ്രൊജക്റ്റഡ് ഓൺ എ ഫ്ലാറ്റ് സർഫസ് എന്ന് നമുക്ക് എന്തിൽ കൊടുക്കാം, ക്യാരക്ടറിസ്റ്റിക്സിൽ കൊടുക്കാം. അത് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, ഡെവലപ്ഡ് സർഫസ്. അപ്പോൾ അവിടുത്തെ ഹെഡിങ് സെനിറ്റിയൽ പ്രൊജക്ഷൻ എന്ന് കൊടുക്കാം. അടുത്ത തേർഡ് വൺ ഒബിയസ്ലി എന്തായിരിക്കും, കോണിക്കൽ പ്രൊജക്ഷൻ ആയിരിക്കും ഈ തേർഡ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വരിക എന്ന് നമുക്ക് ഇവിടെ നോക്കാം. The map that we get when the network of lines of latitude and longitude are transferred to a conical surface, അതവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ കൊടുക്കുക, ദിസ് മാപ്പ് പ്രൊജക്ഷൻ ഈസ് യൂസ്ഡ് മോർ ടു മേക്ക് ദ മാപ്പ് ഓഫ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഈ 2 പോയിന്റ് അവിടെ കൊടുക്കുക. അടുത്തത് വി ഹാവ് ഫെമിലിയർ വിത്ത് ദ 3 ടൈപ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ. നമ്മളിപ്പോൾ 3 ടൈപ്പ് മാപ്പ് പ്രൊജക്ഷൻ പഠിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗം ഇന്നെടുത്ത് ഈ ഒരു ഇത്രയും ഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആ 3 ടൈപ്പ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു മാപ്പ് പ്രൊജക്ഷൻ, മാത്തമെറ്റിക്കൽ ടെക്നിക്സ് ആർ ആൾസോ യൂസ് ടു ട്രാൻസ്ഫർ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ടു എ ഫ്ലാറ്റ് സർഫസ്. Nowadays, maps are being made keep precision and accuracy with the help of innovative technology. അപ്പോൾ അവിടെ എന്താണ് GIS mapping initiative started in corporation ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അവിടെ have you observed the news? Have you ever thought what geographical information system is? GIS ന്റെ ഫുൾ ഫോം ആണ് Geographic Information System എന്ന് പറയുന്നത്. It is the method of collecting, analyzing and storing geographic information and presenting it in the form of maps, graphs and tables whenever needed. അപ്പോൾ നമ്മൾ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അത് നമ്മളെപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലായിരിക്കും, മാപ്പോ ഗ്രാഫോ അല്ലെങ്കിൽ ടേബിൾ ഫോർമാറ്റിലായിരിക്കും നമ്മളിത് എപ്പോഴും കിട്ടിയ ഡാറ്റാസൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. മാപ്സ് ആർ ആൾസോ യൂസ്ഡ് ആസ് വൺ ഓഫ് ദ പ്രൈമറി സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ GIS. കൂടുതലായിട്ടും മാപ്പായിട്ടാണ് യൂസ് ചെയ്യുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ്, മാപ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ ഫോംസ് ബൈ ഫിക്സിംഗ് ദ ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ പൊസിഷൻ. കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഈ മാപ്പൊക്കെ ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഡാറ്റ ഈസ് കളക്റ്റഡ് ഫ്രം ദിസ് ഡിജിറ്റൽ മാപ്പ് ആസ് ദ ബേസ് മാപ്പ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അങ്ങനെ നമ്മൾ ഈ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തിട്ട് അത് നമ്മൾ പല പർപ്പസിനും വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ടെക്നോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് ഫീൽഡ് സച്ച് ആസ് കാർട്ടോഗ്രഫി, റിസോഴ്സ് കൺസർവേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ടൂറിസം, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഈ മേഖലയിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, GIS യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡേ ടു ഡേ ഇൻസ്റ്റൻസിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ to identify the exact location, direction and altitude from sea level, all of natural and man-made geographical features, geographical analysis and map reading are essential. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ആവശ്യമാണ്, ജോഗ്രഫിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ മാപ്പ് റീഡിങ് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു സീ ലെവലിൻ്റെ ഉയരം അറിയാൻ വേണ്ടിയിട്ടും പല ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടും ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടും ഡിഫറെൻറ്റ് മാപ്സ് ദാറ്റ് ഇലുസ്ട്രേറ്റ് വേരിയസ് വാട്ടർ റിസോഴ്സസ്, ഫോറസ്റ്റ്, അഗ്രികൾച്ചർ ലാൻഡ്സ്, arid regions, village towns and transport and communication facilities are being used widely in modern times. The changes that happen when the geographical features of the earth represented on a globe are transferred to a flat surface are now familiar, isn't it? Proper map reading is essential when we use map in our daily lives. കറക്റ്റ് ആയിട്ട് നമുക്കൊരു മാപ്പ് റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അടിയിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കുറച്ച് കൺട്രീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്രം ടു എവിടെ വരെയാണ്, അതുപോലെ ലോഞ്ചിറ്റ്യൂഡും അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ജപ്പാനാണ്. ജപ്പാൻ്റെ ലാറ്റിറ്റ്യൂഡിൻ്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രം വരുമ്പോൾ 20 ഡിഗ്രി നോർത്ത് കൊടുക്കുക, 2ൽ 45 ഡിഗ്രി നോർത്ത് കൊടുക്കുക. ഇനി ലോഞ്ചിറ്റ്യൂഡിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 128 ഡിഗ്രി കേട്ടോ, 128 ആണ് പറഞ്ഞത് ഈസ്റ്റ്, 128 ഡിഗ്രി ഈസ്റ്റ് ആണ് ഫ്രം. 2ൽ വരുന്നത് 146 ഡിഗ്രി ഈസ്റ്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ ശ്രീലങ്കയാണ്. ലാറ്റിറ്റ്യൂഡിൻ്റെ കേസാണ് പറയുന്നത്. ഫ്രമ്മിൽ 5 ഡിഗ്രി നോർത്താണ്,
2ൽ 10 ഡിഗ്രി നോർത്താണ് കേട്ടോ. അതിന് ലോഞ്ചിറ്റ്യൂഡിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രമ്മിൽ 79 ഡിഗ്രി ഈസ്റ്റും 2ൽ 82 ഡിഗ്രി ഈസ്റ്റും ആണ്. തേർഡ് ഓസ്ട്രേലിയ, ലാറ്റിറ്റ്യൂഡിൻ്റെ കേസ് ഫ്രം 10 ഡിഗ്രി സൗത്ത് 2ൽ 44 ഡിഗ്രി സൗത്ത് ആണ് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡിൻ്റെ കേസ് ഫ്രം 113 ഡിഗ്രി 113 കേട്ടോ ഈസ്റ്റും 154 ഡിഗ്രി ഈസ്റ്റും ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കൺട്രീസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ കൺട്രീസ് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കൺട്രീസ് ഏതൊക്കെയാണ്, സദേൺ ഹെമിസ്ഫിയറിലുള്ള കൺട്രീസ് ഏതൊക്കെയാണ്, ഇനി 2 ഹെമിസ്ഫിയേഴ്സിലും വരുന്ന കൺട്രീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. അതിൽ വരുന്നത് സൗദി അറേബ്യ, നോർവേ, നോർത്താണ് കേട്ടോ, സൗദി അറേബ്യ, നോർവേ, പിന്നെ കാനഡ. നമുക്ക് അത് 2 3 പറയാം. പിന്നെ ഇനി സദേണിൽ വരുന്നത് സൗത്ത് ആഫ്രിക്ക, അർജൻറ്റീന, ആംഗോള, പിന്നെ ബോത്തിൽ 2ലും കൂടിയിട്ട് വരുന്നത് ബ്രസീൽ, ഇന്തോനേഷ്യ, പിന്നെ കെന്യ ആണ് കേട്ടോ നമുക്ക് ബോത്തായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്യാം. അപ്പോൾ അടുത്തത് നമ്മളോട് ആ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ലാർജസ്റ്റ് സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്, ഇക്വേറ്റർ ആണ്. അടുത്തത് സദേൺ ഹെമിസ്ഫിയർ, ദ ഹെമിസ്ഫിയർ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇക്വേറ്റർ ഏതാണ്, ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് കേട്ടോ അവിടെ വരിക, ദി നോർത്തേൺ ഹെമിസ്ഫിയർ. അടുത്ത് ഡാഷ് ഇട്ടിട്ട് ദി സദേൺ ഹെമിസ്ഫിയർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡാഷ് ഇട്ട് കൊടുത്ത് എന്ത് എഴുതുക, ദ ഹെമിസ്ഫിയർ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ എന്ന് എഴുതുക കേട്ടോ. അടുത്തത് ഇമാജിനറി ലൈൻ ദാറ്റ് ആർ drawn connecting the north and south pole with the earth center as reference ഏതാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ആണ് കേട്ടോ. അടുത്തത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ഏതാണ്, പ്രൈം മെറീഡിയൻ ആണ്. അടുത്തത് ഡാഷ് എന്ന് കൊടുത്തിട്ട് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. അപ്പോൾ ഡാഷിൻ്റെ അവിടെ എന്ത് എഴുതുക, 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്